ഫ്രണ്ട്സ്, അപ്പോൾ ഇതെന്താ റെസിപ്പി എന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. എന്നെ എന്തൊക്കെയോ കാണിച്ച് എന്തോ റെസിപ്പി ഉണ്ടാക്കുകയാണ്. എന്നോട് അവസ്ഥയ്ക്ക് തിരിയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് തിരിഞ്ഞില്ല. ഞാനിവിടെ ബീഫൊക്കെ കഴുകിയെടുത്ത് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വേവിക്കാൻ വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ചീര ഉണ്ടായിരുന്നു, അതുകൂടി വെച്ചു. ബീഫിലേക്ക് ആവശ്യമായ സവാളയൊക്കെ വഴറ്റാണ്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതും ബാക്കിയുള്ള പൊടികളും എല്ലാം കൂടി ഇട്ട് കൊടുത്തു. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യും. അതെല്ലാം നല്ലപോലെ വഴന്ന് കഴിയുമ്പോൾ നമ്മുടെ വേവിച്ച് വെച്ച ബീഫിലേക്ക് ഇത് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ഒന്നും കൂടി 2 വിസിലടിക്കും. ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. മസാലകളെല്ലാം ബീഫിലേക്ക് പിടിക്കും. ഒന്നുകൂടി അടച്ച് വേവിക്കാൻ വെച്ചു. അപ്പം നമ്മുടെ ബീഫ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ചോറും കൂട്ടി കഴിക്കട്ടെ കേട്ടോ. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ.